ഇസ്രായേലിൻ്റെ കമ്മ്യൂണിക്കേഷൻ കോംപ്ലക്സിൻ്റെ ആസ്ഥാനം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇറാൻ. ഇറാൻ്റെ കളികൾ ഇനി ഇസ്രായേൽ കാണാനിരിക്കുന്നതേയുള്ളൂ. നെതന്യാഹുവിൻ്റെ മണിക്കൂറുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്. രക്തരാക്ഷസനായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ യുദ്ധവെറിക്ക് പരിസമാപ്തി കുറിച്ചിട്ടേ ഇറാൻ അടങ്ങുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ്റെ ഡ്രോൺ ആക്രമണം എത്രത്തോളം നാശനഷ്ടമാണ് കഴിഞ്ഞ കാല യുദ്ധത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് ശമനം വന്നത് തന്നെ ഏറ്റവും ഒടുവിൽ ഖത്തറിലെ അമേരിക്കൻ എയർബേസ് തകർത്തുകൊണ്ട് ഒടുവിൽ അമേരിക്കക്ക് ഇസ്രായേലിനോട് നിർത്തൂ എന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ മാത്രമാണ് അവിടെ യുദ്ധം നിർത്തേണ്ടി വന്നത്. എന്തായാലും ടെലികമ്മ്യൂണിക്കേഷൻ ആസ്ഥാനം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്നതാണ് ഇറാൻ്റെ ന്യൂസ് ഏജൻസികൾ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനിൽ ഇപ്പോൾ 500-ലധികം പൗരന്മാർ അവിടെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇറാനെതിരെയുള്ള അക്ഷന്തവ്യമായിട്ടുള്ള അപരാധമാണ് US ഇപ്പോൾ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. അവരുടെ എല്ലാമായിട്ടുള്ള സമാനതകളില്ലാത്ത പോരാട്ടം നടത്തുന്ന ആയത്തുള്ള ഖമനിയെ അവരെ വധിച്ചതുകൊണ്ട് ഇറാനിൽ മാറ്റമുണ്ടാക്കി കളയാം, ഇറാനെ മര്യാദ പഠിപ്പിക്കാം, ഇറാൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും വഴിമുട്ടിക്കാം എന്നൊക്കെ അമേരിക്ക വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നുമുള്ളൊരു സാഹചര്യം നിലവിൽ ഇറാനിൽ ഇല്ല എന്ന് വേണം പറയാൻ. എണ്ണ വാതക പൈപ്പ് ലൈനും ഒക്കെയായി വലിയ സഹായങ്ങൾ റഷ്യക്ക് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ റഷ്യ ഇറാനുമായി ചേർന്നുകൊണ്ടുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. ഇറാനിൽ നിന്നും കുറഞ്ഞ വിലക്ക് എണ്ണ വലിയ തോതിൽ വാങ്ങുന്ന നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ചെയ്തു തന്ന ഉപകാരങ്ങൾ അത് നിരവധിയാണ്. വലിയ ദുർഘട വിഷയങ്ങൾ വരുമ്പോഴും ഇറാൻ പാകിസ്ഥാനെതിരെ എടുത്ത നിലപാടുകൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രായേലിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ഈ കാലഘട്ടം അത്രയും ഇന്ത്യക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പരമ്പരാഗത സുഹൃത്തായ റഷ്യ വരെ പിണങ്ങുന്ന പല സാഹചര്യങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ഏറെ നാളുകളായി ഉണ്ടാകാറുണ്ട്. അത് അങ്ങേയറ്റം അപലപനീയം എന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും റഷ്യ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുകയാണ്. കാരണം ഇപ്പോഴത്തെ ഭരണാധികാരി സ്ഥാപിച്ചിരുന്ന ഒരു സൗഹൃദമല്ല റഷ്യയുമായിട്ട് ഇന്ത്യക്കുള്ളത്. വർഷങ്ങളായിട്ടുള്ള കോൺഗ്രസ് സ്ഥാപിച്ചെടുത്ത ഒരു സാഹോദര്യത്തിൻ്റെയും ഒരു ഐക്യത്തിൻ്റെയും ഒരു വലിയൊരു ഫ്രണ്ട്ഷിപ്പ് അത് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലും ദി ഓൾഡ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ ഇപ്പോഴും നിർണായക വിഷയങ്ങളിലെല്ലാം സുരക്ഷാ സമിതിയിൽ ഇന്ത്യക്ക് അനുകൂലമായി വോട്ട് ചെയ്യാറുണ്ട്. പാകിസ്ഥാൻ്റെ വിഷയം വരുമ്പോഴൊക്കെ അമേരിക്ക പാകിസ്ഥാന് മാത്രമാണ് സപ്പോർട്ട് ചെയ്തു പോരുന്നത്. ഇസ്രായേൽ എന്ന രാജ്യത്തെയും അമേരിക്കയെയും കണ്ണടച്ച് വിശ്വസിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ അതിൻ്റെ പ്രത്യാഘാതം ഏൽക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം.